ഫെസ്റ്റിൽ എങ്ങനെയാണ് പൊസിഷനിങ് ഗ്രേഡ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മുടെ ഓരോ പരിപാടികൾക്കും പൊസിഷന്റെ പോയിന്റ് ഗ്രേഡിന്റെ പോയിന്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ സിംഗിൾ പരിപാടികൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ 5 മാർക്ക്, സെക്കൻഡ് കിട്ടി കഴിഞ്ഞാൽ 3, തേർഡ് 1 മാർക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രൂപ്പ് പരിപാടികൾക്ക് 10 പോയിന്റ്, 7 പോയിന്റ്, 5 പോയിന്റ്, അതുപോലെ ചില സ്റ്റാർട്ട് പ്രോഗ്രാംസ് അങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓരോ പൊസിഷനിലും ഗ്രേഡിലും. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ ആദ്യമായിട്ട് ക്രൈറ്റീരിയ പേജിലേക്ക് പോകാം. പൊസിഷൻ ക്രൈറ്റീരിയ, ഗ്രേഡ് ക്രൈറ്റീരിയ കാണാൻ കഴിയും. പൊസിഷൻ ക്രൈറ്റീരിയ പേജിലേക്ക് പോയി ഇവിടെ ഡിഫോൾട്ടായി 2 പൊസിഷൻസ് ഉണ്ട്. പോഡിയം 531, പോഡിയം 1075. ഇവിടെ നമുക്ക് ഓരോ പോഡിയംസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇനി അല്ലാതെ പുതിയ പൊസിഷൻ ക്രൈറ്റീരിയ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 531 ആണ്. നോക്കി കാണാൻ ഫസ്റ്റിന് 5 പോയിന്റ് ആണ്, റാങ്ക് 1-ന് 5 പോയിന്റ്, റാങ്ക് 2-ന് 3 പോയിന്റ്, റാങ്ക് 3-ന് 1 പോയിന്റ്. അപ്പോൾ നമുക്കിനി പുതിയ 4th ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് 4th ആഡ് ചെയ്യാം. പോയിന്റ് 1 പോയിന്റോ അല്ലെങ്കിൽ 0.5 പോയിന്റ് ആണെങ്കിൽ അങ്ങനെ റാങ്ക് 4 കൊടുക്കുക, എന്നിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അത് ഇവിടെ സെറ്റ് ആയത് കാണാൻ കഴിയും. സേവ് ചേഞ്ചസ് കൊടുക്കുക. അതുപോലെ ഇവിടെ നമുക്ക് പുതിയ ക്രൈറ്റീരിയ ആഡ് ചെയ്യാം. നമുക്ക് പുതിയൊരു പോഡിയം കൊടുക്കാം. പോഡിയം 15, 10, 8. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് പൊസിഷന് ഒരു 15 പോയിന്റ് ഇട്ടു, റാങ്ക് 1 കൊടുത്തു. സെക്കൻഡ് പൊസിഷന് 10 പോയിന്റ്, റാങ്ക് 2. തേർഡ് പൊസിഷന് 8 പോയിന്റ്, റാങ്ക് 3. ഓക്കെ, ഇതുപോലെ സേവ് കൊടുത്തു. ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരു പൊസിഷനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് പൊസിഷനെ സെറ്റ് ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓരോ പ്രോഗ്രാമും ആഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിന് ഏത് പൊസിഷൻ ക്രൈറ്റീരിയ ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുണ്ടാവും. അതായത് ഇതിലിപ്പോൾ ഒരു പരിപാടി സോങ് മലയാളത്തിന് ഏത് പൊസിഷൻ ക്രൈറ്റീരിയ ആണ് ഇതിൽ എടുക്കേണ്ടത് എന്ന് ഓരോ പ്രോഗ്രാമിനും നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു പൊസിഷൻ ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഏതാണോ ഡിഫോൾട്ട് ആയിട്ടുള്ള പൊസിഷൻ ക്രൈറ്റീരിയ അതായിരിക്കും സെറ്റ് ആവുക. അപ്പോൾ നമ്മളെ ഫെസ്റ്റിലൊക്കെ കൂടുതൽ ഇങ്ങനത്തെ പരിപാടി ഉണ്ടാവുക. കൂടുതൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ പരിപാടി അതന്നെ കൂടുതലും ഒരേ ഒരു പൊസിഷൻ ക്രൈറ്റീരിയ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതലുള്ളത് ഡിഫോൾട്ടാക്കി സെറ്റ് ചെയ്യാം. പിന്നെ അടുത്തായിട്ട് ഗ്രേഡ് ക്രൈറ്റീരിയ. പൊസിഷൻ ക്രൈറ്റീരിയ പോലെ തന്നെയാണ് ഗ്രേഡ് ക്രൈറ്റീരിയ. നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിന്റെ വിഷയമാണെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന വിഷയമൊക്കെ സെയിം ആണ്. നമുക്കൊന്ന് എന്തായാലും ചെയ്ത് നോക്കാം. ഇവിടെ എഡിറ്റ് ഗ്രേഡ്സ് പോലെ ഒരു ABC ഗ്രേഡിന്റെ കാണാൻ കഴിയും. എക്ക് 5 പോയിന്റ്, ബിക്ക് 3 പോയിന്റ്, സിക്ക് 1 പോയിന്റ്. അവിടെ തൊട്ടപ്പുറത്ത് പെർസെൻറ്റേജ് കാണാൻ കഴിയും. എത്ര പെർസെൻറ്റേജ് മുതൽ എത്ര വരെയാണ് എ ഗ്രേഡ്. അതുപോലെ ഓരോ ഗ്രേഡുകളും എത്ര പെർസെൻറ്റേജ് മുതൽ എത്ര പെർസെൻറ്റേജ് വരെയാണെന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും. ഇത് നമ്മൾ സെറ്റ് ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജഡ്ജസിന്റെ സ്കോർ തന്നു. ജഡ്ജസിന്റെ സ്കോറിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രേഡ് ജനറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് ഒരു പരിപാടി സോങ് മലയാളത്തിന്റെ റിസൾട്ട് അടിച്ച് കയറ്റിയാണ്. റിസൾട്ട് അടിച്ച് കയറ്റുമ്പോൾ ജഡ്ജസ് ഓരോ കുട്ടികളെയും പോയിന്റ് തന്നിട്ടുണ്ട്. 10 പോയിന്റ്, 5 പോയിന്റ് പറഞ്ഞിട്ട് ഓരോ കുട്ടിൻ്റെ ഇങ്ങനെ സ്കോറുകൾ തന്നിട്ടുണ്ട്. ആ സ്കോറുകൾ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി അടിച്ച് കയറ്റിയാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ 10-ൽ 10 പോയിന്റ് ഉള്ള ആൾക്ക് എ ഗ്രേഡ്, 10-ൽ 6 പോയിന്റ് ഉള്ള ആൾക്ക് ബി ഗ്രേഡ്, അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രേഡിന്റെ പെർസെൻറ്റേജ് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര സ്കോറാണോ വേണ്ടത് അതിന്റെ എത്ര പെർസെൻറ്റേജ് നേടി കഴിഞ്ഞാലേ ഈ ഗ്രേഡ് കിട്ടുള്ളൂ. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സേവ് ചേഞ്ചസ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ഗ്രേഡിന്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഏത് പരിപാടിയാണോ അത് നേരെ ഡിഫോൾട്ട് കൊടുത്താൽ മതി.